നമ്മൾ എന്തിനാണ് വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതെന്ന് ചിന്തിക്കുന്നു. ചിലപ്പോൾ ഇന്നലെ അർപ്പിച്ച കുർബാന എന്നല്ലേ ഇന്നും അർപ്പിക്കുന്നത്, ഇന്ന് അർപ്പിച്ച കുർബാനയല്ലേ നാളെ അർപ്പിക്കുന്നത്. അതിലിരിക്കാം വ്യത്യാസം ഒന്ന് മാത്രമേ ഉള്ളൂ, അർപ്പിക്കുന്ന അച്ഛൻ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. അതല്ലാതെ മറ്റൊരു കാര്യവും നമുക്ക് അതിൽ നിന്ന് കാണാൻ സാധിക്കുന്നില്ല. ഇത്ര പാട് കഴിച്ച് ഇത്ര ബുദ്ധിമുട്ട് കഴിച്ച് ഒരു വിശുദ്ധ കുർബാനയ്ക്ക് പോകേണ്ട കാര്യമുണ്ടോ? പോയിട്ട് എന്താ കിട്ടുന്നത്? എന്ത് മേന്മയാണ്, എന്ത് ഉയർച്ചയാണ് ഉള്ളതെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കും. പക്ഷേ കർത്താവ് തൻ്റെ ദേവാലയം സ്ഥാപിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ, ജോയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയാം: യൂദയായിലെ അരുവികളിൽ ജലം നിറയും. കർത്താവിന്റെ ആലയത്തിൽ നിന്ന് ഒരു നീരുറവ പുറപ്പെട്ട് ഷിക്കീം താഴ്വരയെ നനയ്ക്കും. കർത്താവിൻ്റെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ മരുഭൂമിയുള്ള പോലെയുള്ള നമ്മുടെ തലമുറകളുടെ മേൽ, മരുഭൂമി പോലുള്ള നമ്മുടെ ഹൃദയങ്ങളെ മാംസള ഹൃദയങ്ങളായിട്ട് കർത്താവ് മാറ്റും. ഹല്ലേലൂയ. പാപം നിറഞ്ഞൊരു വ്യക്തി വിശുദ്ധ കുർബാന അർപ്പിച്ച് വിശുദ്ധ കുർബാന കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അവൻ്റെ ഹൃദയം പാപത്തിൻ്റെ പോലെ മരുഭൂമിയായിരുന്നത് കർത്താവ് എടുത്തു മാറ്റി കൃപകൾ കൊണ്ട് നിറയ്ക്കും.